പരീക്ഷാക്കാലത്തെ പേടിയും സ്ട്രെസ്സും ഇമോഷനിലേക്ക് വന്നു കഴിയും. ഇമോഷനെ ബാധിച്ച് കഴിയുമ്പം അത് പലപ്പോഴും ആങ്സൈറ്റിയായി മാറുന്നു. ആങ്സൈറ്റി പലപ്പോഴും ശരീരത്തെ ബാധിക്കുന്നതായും പിന്നീട് സൈക്കോസൊമാറ്റിക് ഡിസോർഡറുകളായി പരിണമിക്കുന്നതായും കാണാം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇമോഷണലി ആദ്യം കുട്ടികളിൽ പ്രകടമാകുന്നതെന്ന്. പലപ്പോഴും കുട്ടികൾ സുഹൃത്തുക്കളുമായി കണക്റ്റ് ആകാനായിട്ട് ഇഷ്ടമില്ലാതിരിക്കുന്ന ഒരവസ്ഥ, സുഹൃത്തുക്കളിൽ നിന്ന് അകന്ന് നിൽക്കുക, എപ്പോഴും ലോ എനർജി ആയിരിക്കുക. പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പം വരാതിരിക്കുക, അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ നമ്മൾ നിർബന്ധിച്ച് വന്ന് ഇരുത്തി കഴിഞ്ഞാൽ ആ സമയം കൂടുതൽ കഴിക്കുക. ചിലപ്പം ഭക്ഷണം കഴിപ്പ് കൂടുതലായി അമിതമായി പോവുക. അതേപോലെ തന്നെ ഉറക്കം കുട്ടിക്ക് കിട്ടാതിരിക്കുക. ഇനി ഉറങ്ങി തുടങ്ങിയാലോ ഉറക്കത്തിൽ നിന്ന് നമ്മൾ വിളിച്ചുണർത്തുമ്പം ക്ഷീണം പോയില്ല എന്നൊരു പരാതി. പിന്നെ ഉണർന്നു കഴിഞ്ഞാലും കുട്ടിക്ക് കിടക്ക വിട്ട് മാറാനായിട്ട് ഒരു ഇഷ്ടം തോന്നാതിരിക്കുക, അവിടെ കുറച്ചും കൂടെ കിടന്നാൽ മതി എന്നുള്ള ഒരു തോന്നൽ. ഇത്തരം തോന്നലുകൾ തോട്ട് പ്രോസസ്സിൽ വരികയും അത് ശരീരത്തിലേക്ക് പലതരത്തിലുള്ള ഇംബാലൻസുകളായി കടന്നുകൂടുകയും ചെയ്യുന്നു. ഇവിടെ കുട്ടി എല്ലായ്പ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എക്സാമിനെ ആയിരിക്കും. അപ്പോൾ ആ എക്സാം എന്നതൊരു ഫിയർ ഫാക്ടറായി മാറുന്നു. ഈ എക്സാം നടക്കാതിരുന്നിരുന്നെങ്കിൽ, എന്തെങ്കിലും കാരണത്താൽ അവധി കിട്ടിയായിരുന്നെങ്കിൽ, എനിക്കെന്തെങ്കിലും വലിയൊരു അസുഖം വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മരിച്ചു പോയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തകൾ കുട്ടികളിലേക്ക് കയറി വരികയും അവർ ആ ലോകത്തേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ കുട്ടികൾ പഴയ ഉണ്ടായിട്ടുള്ള ഒരു തോൽവി അല്ലെ കുറഞ്ഞ മാർക്കിലുണ്ടായ ഒരു അങ്കലാപ്പ് വീണ്ടും സംഭവിക്കുമോ എന്ന് തന്നെ പേടിക്കുന്നു. അതിനെ ഓർത്ത് പേടിക്കുകയും പഠിച്ചതൊന്നും അവിടെ ഓർത്ത് വെച്ചിട്ടില്ല, അവിടെ ഒന്നും ഇരിപ്പില്ല, ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോയി എന്ന് വിതുമ്പിക്കരയുകയും ചെയ്യുന്നു. ചില കുട്ടികൾ പരീക്ഷയുടെ തലേദിവസമൊക്കെ വളരെയധികം കരഞ്ഞ് നിലവിളിച്ച് ഭയങ്കര സീനുകളുണ്ടാക്കി വീട്ടിലെല്ലാവരും സ്ട്രെസ്ഫുൾ ആവുന്ന കണ്ടീഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആങ്സൈറ്റിയിലേക്ക് വരുന്നു. ഇത് ചെറിയ ചെറിയ എക്സാമുകളിൽ തുടങ്ങി വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലേക്ക് എത്തുന്നു. അവർ തനിയെ ചെയ്തെടുക്കേണ്ട ഒരു കാര്യം വരുമ്പോൾ അവർ വളരെയധികം ആങ്ഷ്യസ് ആവുകയും അതിൻ്റെ ഫലമായി അവരുടെ ഉള്ളിലേക്ക് ഉറങ്ങിക്കിടക്കുന്ന പലതരത്തിലുള്ള ഒരു ഇംബാലൻസുകളും ആ സമയത്ത് ഉണർന്നെഴുന്നേൽക്കുകയും അത് വേറെ പല രീതിയിലുള്ള ഡിസീസ് കണ്ടീഷനുകളായി പരിണമിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഇവരുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ചേഞ്ചും ചെറിയൊരു ബോഡി മൂവ്മെൻറ്റും എക്സസൈസുകളും അല്ലെങ്കിൽ എക്സ്പേർട്സിൻ്റെ അഡ്വൈസും കൊണ്ട് ചെറുപ്പത്തിലെ തന്നെ മാറ്റാൻ കഴിയുന്ന ഈ ഒരു ചലഞ്ച് പിൽക്കാലത്ത് പലതരത്തിലുള്ള ഡിപ്രഷനുകളും പലതരത്തിലുള്ള മെൻ്റൽ ട്രോമകളിലേക്കും വരെ കുട്ടികളെ വഴിതിരിക്കാറുണ്ട്. ചെറുപ്പത്തിൽ കുട്ടികളെ കളിയാക്കിയ ഒരു കളിയാക്കൽ പോലും ഈ സമയത്ത് അവർ ഓർത്തെടുത്ത് വിതുമ്പുന്നതായി, ആ സമയത്ത് അവർ വിക്റ്റിമായി നിന്നുകൊണ്ട് ചുറ്റുമുള്ളതെല്ലാം നമുക്കെതിരാണ് എന്ന് നാം വിശ്വസിക്കുന്ന ഒരു മെൻറ്റാലിറ്റി അവരിലുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്കുണ്ടാകുന്ന ആകാംക്ഷ മൂത്ത് അതിലൊരു ഡിസോർഡറിൽ എത്തുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഹെൽപ്പുകൾ കൊടുത്ത് ആദ്യമേ തന്നെ റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കാവുന്നതാണ്.